ആത്മവിശ്വാസം അത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ പരീക്ഷണം ചെയ്യാം. ഒരു പേപ്പർ എടുത്ത് 10-ൽ എത്ര മാർക്ക് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് നൽകും? 3, 5 അല്ലെങ്കിൽ 8? ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു മാർക്ക്, ഒരു പോയിന്റെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? സംസാരിക്കണമെന്ന് തോന്നും, പക്ഷെ പേടിക്കും. ഒരവസരം മുന്നിൽ വരും, പക്ഷെ എനിക്ക് പറ്റുമോ എന്ന ചോദ്യം നിങ്ങളെ പിന്നോട്ട് വലിക്കും. മറ്റുള്ളവർ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ആത്മവിശ്വാസമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങളെക്കുറിച്ചാണ്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആത്മവിശ്വാസം ജന്മം കൊണ്ടുള്ള കഴിവല്ല, ചില ചെറിയ ശീലങ്ങളിലൂടെ ആർക്കും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ സഹായിക്കുന്ന 10 പവർഫുൾ ഹാബിറ്റ്സ് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഹാബിറ്റ് 1, പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങളോട് പോസിറ്റീവായി സംസാരിക്കുക. നമ്മൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണെന്നറിയാമോ? നമ്മളോടാണ്. പക്ഷെ ആ സംഭാഷണം എങ്ങനെയാണ്? എനിക്ക് പറ്റില്ല, എല്ലാവരും എന്നേക്കാൾ മികച്ചവരാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും അറിയാതെ തന്നെ നമ്മളോട് പറയാറുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമോ? അവനൊരു തെറ്റ് ചെയ്താൽ നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമോ? ഒരിക്കലുമില്ല. പക്ഷേ അതേ വാക്കുകൾ നമ്മൾ നമ്മളോട് പറയാറുണ്ട്. അതുകൊണ്ടാണ് ആത്മവിശ്വാസം പതിയെ കുറയുന്നത്. ഓർക്കുക, നമ്മുടെ മനസ്സ് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയൂ. എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നതിന് പകരം ഇപ്പോൾ പറ്റുന്നില്ല, പക്ഷേ ശ്രമിച്ചാൽ പഠിക്കാം എന്ന് പറയൂ. ഈ ചെറിയ മാറ്റം വാക്കുകളിൽ മാത്രമല്ല, നിങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും ആത്മവിശ്വാസത്തിലും വലിയ മാറ്റം കൊണ്ടുവരും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശകൻ നിങ്ങളാകരുത്, നിങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനാകൂ. കാരണം ലോകം നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം. ഹാബിറ്റ് 2, സ്മോൾ വിൻസ്. ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുക. സ്മോൾ വിൻസ് ബിൽഡ് കോൺഫിഡൻസ്. ഒരു വലിയ ലക്ഷ്യം കണ്ടാൽ പലർക്കും പേടി തോന്നും. പക്ഷേ ഒരു ചെറിയ ജോലി പൂർത്തിയാക്കുമ്പോൾ മനസ്സ് നമ്മളോട് പറയും, എനിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, അടുത്തതും ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസം വലിയ വിജയങ്ങളിൽ നിന്ന് വരുന്നതല്ല, ദിവസവും ചെയ്യുന്ന ചെറിയ വിജയങ്ങളിൽ നിന്നാണ്. ഇന്ന് 10 മിനിറ്റ് പുസ്തകം വായിച്ചു, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഒരു പുതിയ സ്കിൽ പഠിച്ചു. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ ഈ ചെറിയ വിജയങ്ങളാണ് നാളെ വലിയ ആത്മവിശ്വാസമായി മാറുന്നത്. ഹാബിറ്റ് 3, സ്റ്റോപ്പ് കമ്പാരിസൺ. താരതമ്യം നിർത്തുക. ഒരു പൂവ് മറ്റൊരു പൂവിനെ നോക്കി വിരിയില്ല. അതുപോലെ നിങ്ങളുടെ യാത്രയും മറ്റൊരാളുടേതല്ല. സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ വിജയം കാണുമ്പോൾ അയാൾ എത്ര വർഷം അതിനുവേണ്ടി പരിശ്രമിച്ചുവെന്ന് നമ്മൾ കാണാറില്ല. അതിനാൽ ഇന്നത്തെ നിങ്ങളെ ഇന്നലത്തെ നിങ്ങളുമായി മാത്രം താരതമ്യം ചെയ്യൂ. ഇന്നലേക്കാൾ ഇന്ന് 1% മുന്നോട്ട് പോയോ? അതുമതി. ഹാബിറ്റ് 4, ലേൺ എവറി ഡേ. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ആത്മവിശ്വാസം അറിവിനോടൊപ്പം വളരുന്നു. ഓരോ പുതിയ സ്കില്ലും നമ്മളോട് ഒരു കാര്യം പറയുന്നു, എനിക്ക് പഠിക്കാൻ കഴിയും. ഡ്രോയിങ് ആയാലും പബ്ലിക് സ്പീക്കിംഗ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും ആദ്യ ദിവസം പെർഫെക്റ്റ് ആകില്ല, പക്ഷേ പഠിക്കുന്ന ഓരോ ദിവസവും ആത്മവിശ്വാസം കൂടി വരും. ഹാബിറ്റ് 5, കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ്. ശരീരഭാഷ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരഭാഷ നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപേ സംസാരിക്കും. നിവർന്നു നിൽക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കുക. ഇത് മറ്റുള്ളവർക്ക് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനും ഒരു സന്ദേശം നൽകും. ഞാൻ തയ്യാറാണ്. ചിലപ്പോൾ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്നതിലൂടെ തന്നെ ആത്മവിശ്വാസം പതിയെ വളരും. ഹാബിറ്റ് 6, എംബ്രേസ് ഫെയിലിയർ. പരാജയത്തെ സ്വീകരിക്കുക. പരാജയം നിങ്ങളെ നിർവചിക്കുന്നില്ല, അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ വീഴും, പക്ഷെ വീണതുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമോ? ഇല്ല. അപ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ട് ഒരു പരാജയം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നു? ഓർക്കുക, ഫെയിലിയർ ഈസ് ഫീഡ്ബാക്ക്, നോട്ട് യുവർ ഐഡന്റിറ്റി. ഹാബിറ്റ് 7, ചൂസ് ദ റൈറ്റ് കമ്പനി. നല്ല ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. നമ്മളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും. നിങ്ങളെ എപ്പോഴും താഴ്ത്തി സംസാരിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ ആത്മവിശ്വാസം കുറയും. പക്ഷേ നിങ്ങളെ വളരാൻ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളും വളരും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കൂ. ഹാബിറ്റ് 8, ലിമിറ്റ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ. സോഷ്യൽ മീഡിയ താരതമ്യം കുറക്കുക. സോഷ്യൽ മീഡിയ ഒരു ജീവിതമല്ല, അത് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളുടെ ചെറിയ ശേഖരമാണ്. മറ്റൊരാളുടെ ഹൈലൈറ്റ് റീല് നിങ്ങളുടെ റിയൽ ലൈഫുമായി താരതമ്യം ചെയ്യരുത്. കാരണം ഓരോരുത്തർക്കും കാണിക്കാത്ത പോരാട്ടങ്ങളുണ്ട്. നിങ്ങളുടെ യാത്ര നിങ്ങളുടേതാണ്. ഹാബിറ്റ് 9, ഗ്രാറ്റിറ്റ്യൂഡ്. ദിവസവും നന്ദി പറയുക.
എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മനസ്സ് അസന്തുഷ്ടമാകും. പക്ഷേ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ മനസ്സ് ശാന്തമാകും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ എഴുതൂ. ഇതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ ചെറിയ ശീലം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മനസ്സിനെയും ശക്തമാക്കും. ഹാബിറ്റ് 10. ബി കൺസിസ്റ്റന്റ്. ഒരു ദിവസം ജിമ്മിൽ പോയാൽ ശരീരം മാറില്ല. ഒരു ദിവസം പഠിച്ചാൽ അറിവ് കൂടില്ല. അതുപോലെ ഒരു ദിവസം മാത്രം ആത്മവിശ്വാസത്തോടെ പെരുമാറിയാൽ ജീവിതം മാറില്ല. പക്ഷേ ദിവസവും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ആത്മവിശ്വാസം പതിയെ വളരും. ഓർക്കുക, കോൺഫിഡൻസ് ഈസ് നോട്ട് ബിൽഡ് ഇൻ വൺ ഡേ. ഇറ്റ് ഈസ് ബിൽഡ് വൺ ഡേ അറ്റ് എ ടൈം. ഇന്ന് ഞാൻ പറഞ്ഞ ഈ 10 ഹാബിറ്റ്സ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഒരു ഹാബിറ്റ് മാത്രം തിരഞ്ഞെടുക്കൂ. അത് അടുത്ത 7 ദിവസം തുടർച്ചയായി ചെയ്യൂ. പിന്നെ അടുത്ത ഹാബിറ്റ്. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന ആള് ഇന്നത്തെ നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരിക്കും. കാരണം ആത്മവിശ്വാസം കിട്ടുന്ന ഒന്നല്ല, ദിവസവും നിർമ്മിക്കുന്ന ഒന്നാണ്. ഓർക്കുക, ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ഭയമില്ല എന്നല്ല, ഉണ്ടായിട്ടും അവർ മുന്നോട്ട് പോകുന്നു എന്നതാണ് വ്യത്യാസം. ഇപ്പോൾ നിങ്ങളുടെ ടേൺ. ഈ 10 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത്? ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.